നിന്റെ മാതൃപിതാവായ യമരാജൻ ധർമാത്മാവ് കൂടിയാണ്. അത് നീ മറക്കരുത്. അതെ, ആ ധർമാത്മാവിന്റെ പൗത്രനെ ഉപദേശിക്കുന്നത് ആരാണ്? ചോദിച്ചില്ലേ? ചത്തൊടുങ്ങിയവന്റെ ചിതയിലെ വെണ്ണീർ വാരി പൂശി മാനം നോക്കി നൃത്തം ചെയ്യുന്നവനെ പൂജിക്കുന്ന നിങ്ങളോ? ലോകരക്ഷാർത്ഥം അവതാരം എടുക്കുമെന്ന് പറഞ്ഞ് പറ്റിച്ച് പാമ്പിനെ മെത്തയാക്കിയവനെ പൂജിക്കുന്ന നിങ്ങളോ? ഇല്ല, നിങ്ങൾക്ക് നമ്മെ ഉപദേശിക്കാൻ അർഹതയില്ല. പിന്നെ നിന്റെ ഈ ജൽപ്പനങ്ങൾക്ക് മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടില്ല. പക്ഷെ അത് നീ എന്നിൽ നിന്നും അർഹിക്കുന്നില്ല. കാലം കരുതി വച്ചിട്ടുണ്ട് നിനക്ക് കനമേറിയൊരു മറുപടി. കാലമോ കാലനോ? ഈ ലോകത്ത് ആര് ജീവിക്കണം, ആര് മരിക്കണമെന്ന് തീരുമാനിക്കാൻ അധികാരമുള്ള യമരാജാവിന്റെ പൗത്രനായ ഈ വേനനോട് മറുപടി പറയാൻ ഒരു കാലത്തിനും കാലഘട്ടത്തിനും ആവില്ല രാജഗുരു. വന്ന കാര്യം അവതരിപ്പിച്ചിട്ട് രാജഗുരുവിന് മടങ്ങാം. നിന്റെ മാതാവ് നമ്മോടൊരു ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്നു. അത് അറിയിക്കുക എന്നതാണ് നമ്മുടെ ആഗമനോദ്ദേശം. പറയാം രാജഗുരു, എന്താണ് അവരുടെ കൽപ്പന? രാജകൊട്ടാരവും സൈന്യവും സകല സമ്പത്തും ഉണ്ട് ഈ രാജ്യത്തിന്. പക്ഷെ രാജാവില്ല. രാജാവിന്റെ ഉത്തരവാദിത്തങ്ങൾ ഇപ്പോൾ നിർവഹിക്കുന്നത് നിന്റെ മാതാവാണല്ലോ. അതിന് നിന്റെ മാതാവിന്റെ ആഗ്രഹപ്രകാരം അടുത്ത ശുഭമുഹൂർത്തത്തിൽ നിന്നെ രാജാവായി അഭിഷേകം ചെയ്യുകയാണ്. അഭിഷേക ചടങ്ങുകൾക്ക് നീ തയ്യാറാവുക.